ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും അതിന്റെ ഉദാഹരണങ്ങളും അതിന്റെ അസർട്ടീവിലുള്ള ഉദാഹരണങ്ങൾ, നെഗറ്റീവിലുള്ള ഉദാഹരണങ്ങൾ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് are going to be discussed over here. So let's welcome to my YouTube channel. Let's start. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആദ്യം എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് ക്വിക്ക് ഡെഫിനിഷനിലൂടെ നമുക്കൊന്ന് ഡിസ്കസ്. ഇറ്റ്സ് എ വെർബ് ഫോം ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ബിഫോർ എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു ദാറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലത്ത് പാസ്റ്റ് ടെൻസിൽ ഒരു പ്രവർത്തനം ഇങ്ങനെ തുടങ്ങി അടുത്തൊരു പ്രവർത്തനം എത്തുന്നത് വരേക്കും കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല ആദ്യം പറഞ്ഞുകൊണ്ട് ഉദാഹരണത്തിലേക്ക് കടക്കാം. നോക്കൂ, സബ്ജക്റ്റ് ആണ് ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടത്, പിന്നെ ഹാഡ് ബീൻ ആണ്, പിന്നെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അതിന്റെ ശേഷം ഈ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബിൽ ING ആഡ് ചെയ്യണം. ഓക്കെ, അത് നോക്കാം നമുക്ക്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours ബിഫോർ ഐ ടുക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലത്ത് പാസ്റ്റ് ടെൻസിൽ ഒരു പ്രവർത്തനം തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നു പോരുന്നു. അടുത്തൊരു പ്രവർത്തനം, അടുത്തൊരു ആക്ഷൻ അഥവാ ഞാനൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളൊരു ആക്ഷൻ നടക്കുന്നത് വരേക്കും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. She had been working on that project for 6 months before she presented it. ഒരു സ്ത്രീ ഒരു പ്രൊജക്റ്റുമായി കണ്ടിന്യൂസ് ആയി 6 മാസത്തോളമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബിഫോർ ഷീ പ്രസന്റഡ് ഇറ്റ്, അത് പ്രസന്റ് ചെയ്യുന്നത് വരേക്ക്. അപ്പോൾ അത് പ്രസന്റ് ചെയ്യുക, പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉള്ളൊരു പോയിന്റ്. ആ പോയിന്റ് വരേക്കും ഈ ആക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനാണ് എന്ത് ചെയ്യുക, അത്തരം ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. ഇത് അസേർട്ടീവ് സെന്റൻസ് ആണ്. ഇതിന്റെ നെഗറ്റീവ് സെന്റൻസിലേക്ക് പോവാം. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നെഗറ്റീവ് ആണ് ഇനി പറയാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. ആഡ് നോട്ട് ആഫ്റ്റർ ഓക്സിലറി വിച്ച് ഈസ് ഹാഡ് ബീൻ എന്നുള്ളതാണ് ഓക്സിലറി. അവിടെ ഹാഡ് ബീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള ഹാഡിന് ശേഷം നോട്ട് ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് ലഭിക്കുന്നതാണ്. ഉദാഹരണം നോക്കൂ. ഐ ഹാഡ് നോട്ട് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഇതിന്റെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം പറയുന്ന ആ രണ്ടാമത്തെ സെന്റൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ഈ നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. ഐ ഹാഡ് നോട്ട് ബീൻ, ഇവിടെ നോട്ട് ആഡ് ചെയ്തു. ഈ ഹാഡ് എന്നതിന് ശേഷം നോട്ട് ആഡ് ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഐ ഹാഡ് നോട്ട് ബീൻ സ്റ്റഡിയിങ് ബിഫോർ 3 hours. സെക്കൻഡ് എക്സാമ്പിൾ, ഷീ ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ് ഓൺ ദാറ്റ് പ്രൊജക്ട് ഫോർ 6 months. ഹാഡ് എന്നുള്ളതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട് ആഡ് ചെയ്തു. അപ്പോൾ നെഗറ്റീവ് കിട്ടി. അപ്പോൾ നെഗറ്റീവ് കിട്ടുക എന്നുള്ളത് നോട്ട് എന്നുള്ളത് ഹാഡിന്റെ ശേഷം ഓക്സിലറി വെർബായ ഹാഡിന് ശേഷം ആഡ് ചെയ്താൽ we will get negative sentence of present perfect continuous tense. ഇനി yes or no questions ആണ്. അതുണ്ടാക്കുന്നത് ഈ രൂപത്തിലാണ്. bring auxiliary ആയിട്ടുള്ള അഥവാ ആദ്യം അസർട്ടീവ് സെന്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അസർട്ടീവ് സെന്റൻസ് എടുത്തു വെച്ചതിന് ശേഷമാണ് ഈ ഒരു പോയിന്റ് വായിക്കേണ്ടത്. bring auxiliary from assertive sentence. what is the auxiliary? had is the auxiliary before the subject. അപ്പോൾ സബ്ജക്റ്റിന് മുമ്പിലേക്ക് ഈ ഹാഡ് എന്നുള്ള ഓക്സിലറി വെർബിനെ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. ഹാഡ് ഐ ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours or had you been studying for 3 hours? നിങ്ങൾ 3 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? had she been working on that project for 6 months? 6 മാസത്തോളായിട്ട് 6 മാസമായിട്ട് അവർ ആ പ്രൊജക്റ്റിന്മേൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് സെന്റൻസ്, ആഡ് എനി WH ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ടു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെൻസ്. ഇത്
ഈ വീഡിയോസ് തുടർച്ചയായി കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, yes or no ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഒരേ ഫോർമാറ്റ് തന്നെയാണ് നാം കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ WH ക്വസ്റ്റ്യൻസും തത്തുല്യമാണ്. ആഡ് എനി WH ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ടു yes or no ക്വസ്റ്റ്യൻസ്. yes or no ക്വസ്റ്റ്യൻ സെന്റൻസ് അഥവാ തൊട്ട് മുമ്പെടുത്ത yes or no ക്വസ്റ്റ്യൻ സെന്റൻസിലേക്ക് WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ WH ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടും. വൈറ്റ് കളറിൽ കാണുന്നതാണ് എന്ത് yes or no ക്വസ്റ്റ്യൻസ്. അതിൽ യെല്ലോ കളറിൽ കാണുന്ന വേർ എന്നുള്ളത് ആഡ് ചെയ്തു. അപ്പൊ എന്തായി yes or no ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻസ് കിട്ടി. Where had you been studying for 3 hours? Second, how had she been working on that project for 6 months? എങ്ങനെയാണ് അവർ ആ പ്രൊജക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ രൂപത്തിലുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് ഈസി ഫോർ us to make the sentences different and various type of sentences if you follow these methods and instructions which I've been giving you for last couple of weeks over here. You will definitely get how to make the sentences different and various type of sentences as well. So I'm going to wind up this video. That's it for today's video. I'll see you in the next video. Bye.